ആദ്യം തന്നെ canva.com എന്ന് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾ ക്യാൻവയുടെ പേജിലെത്തും. ക്യാൻവയുടെ പേജിലെത്തിയതിനു ശേഷം നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താലും മതി. യൂട്യൂബ് തംബ്നെയിൽ കാണാൻ പറ്റും. അതിനുശേഷം ബ്ലാങ്ക് ആയിട്ടുള്ള യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. സോ നമുക്കിങ്ങനെ ക്യാൻവയുടെ മെയിൻ ഡിസൈൻ പേജ് വരും. അതിനുശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളർ മാറ്റണം. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് സോളിഡ് കളർ ആണെങ്കിൽ നമുക്ക് സിംഗിൾ കളറാണ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തൽക്കാലം എനിക്ക് ഗ്രേഡിയൻ്റ് ആണ് ഇഷ്ടം, ഡബിൾ കളർ. സോ ഇവിടെ കുറേ ഗ്രേഡിയൻസ് ഉണ്ട്. സോ ഇതിൽ ഞാൻ ഇതിൽ നാലാമത്തെ സെലക്ട് ചെയ്യണം. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിന് കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്ത് എനിക്ക് തൽക്കാലം ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യാണ്. സോ ബ്ലൂവിൽ ഈ ഒരു കളർ ഓക്കെ ആണെന്ന് തോന്നും. ഓക്കെ, രണ്ടാമത്തെ കളർ ഞാൻ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിങ് ഞാൻ യൂസ് ചെയ്യണം. സോ ലൈറ്റ് ഷെയ്ഡിങ് ഇട്ട് കഴിഞ്ഞു. ഇതൊക്കെയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മെയിൻ ഇമേജ് അനുസരിച്ച് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അടുത്തായിട്ട് നമുക്ക് മെയിൻ ഇമേജ് വേണം. അതിനായിട്ട് lianado.ai എന്ന് സെർച്ച് ചെയ്യുക. സോ ലിയനാർഡോയുടെ സൈറ്റ് വരും, ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. ആദ്യമായിട്ട് പോകുന്നെങ്കിൽ സൈൻ ചെയ്യാൻ ചോദിക്കും. സൈനേഷൻ നിങ്ങൾ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ജനറേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സൈൻ ചെയ്യുന്ന ഉറപ്പ് വരുത്താൽ നമുക്ക് ഫ്രീ ക്രെഡിറ്റ്സ് കിട്ടും. അതിലാണ് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഇമേജസ് ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പം ഞാൻ ഇലോൺ മസ്ക് ഒരു റോബോട്ട് പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ബർഗർ പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാക്കി. സോ ഇങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇമേജസ് ഉണ്ടാക്കാം. തൽക്കാലം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഡെഡ് പോളിൻ്റെ ഇമേജാണ്. നിങ്ങളുടെ ഒരു എന്താ പറയുക കാണിക്കാനായിട്ട്. സോ ഡെഡ് പോളിൻ്റെ ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഇവിടെ സൈഡിലത്തെ സെറ്റിംഗ്സ് എൻ്റെ കോപ്പി ചെയ്യുക, 3D റെൻഡർ. അതുപോലെ തന്നെ 16.9 സെലക്ട് ചെയ്യുക. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ വ്യൂ കിട്ടും. അത് നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല. അതിനുശേഷം ജനറേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. സോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ആക്കിയ ഇമേജാണ്. ബോളിൽ നമ്മളിപ്പോൾ 3 ഇമേജസ് വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് 1 by 1 നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ കണ്ണത്ര റെഡി ആയില്ല. ഇത് നോക്കുകയാണെങ്കിൽ ഇതും കൊള്ളാം, നൈസായിട്ടുണ്ട്. പക്ഷേ ചിരി കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, കുഴപ്പമില്ല. സോ ഇത് ഞാൻ ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യാണ്. എന്തായാലും നിങ്ങളുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതാണ്. ഇനി ഇതിനെ നമുക്ക് ക്യാൻവയിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫയൽസ് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക, പിന്നെ ഓപ്പൺ കൊടുക്കുക. സോ അത് ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ആവുന്നുണ്ടായിരിക്കും. വീണ്ടും അപ്ലോഡ് ചെയ്യുക. അതിനെ എടുത്തിട്ട് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ ഓക്കെ. കാരണം കട്ടൗട്ട് നമ്മൾ നോക്കണം. കാരണം തലയുടെ കുറച്ച് ഭാഗമില്ല, റൈറ്റ് സൈഡിലും കുറച്ച് ഭാഗമില്ല. നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ തൽക്കാലം ഇതിന് ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ തൽക്കാലം എൻ്റെ ക്യാൻവ പ്രോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജ് ഒന്ന് ഞാൻ അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഇമേജാണുള്ളത്. തൽക്കാലം ഞാൻ അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് ഗൈസ് ഞാൻ അപ്സ്കെയിൽ ചെയ്ത ഇമേജ്. സോ കുറച്ചുകൂടി നന്നായിട്ട് ഷാർപ്പായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ലോട്ടാണ്. ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. സോ ഇവിടെ നിങ്ങളുടെ ഈ ഒരു സൈറ്റിൽ നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി തരും. സോ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാണ്. പക്ഷേ ക്ലാരിറ്റി അത്രയ്ക്ക് കിട്ടില്ല. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ക്യാൻവ പ്രോ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻവയിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ്. സോ ക്യാൻവയിലുള്ളത് നമുക്കൊന്നുകൂടെ ക്ലാരിറ്റി ഉണ്ട്, മറ്റേതിന് അത്ര ക്ലാരിറ്റി ഇല്ല. സോ നമുക്ക് ക്യാൻവയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് നോക്കാം ക്ലാരിറ്റി ഡ്രോപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നോക്കുകയാണെങ്കിൽ ക്ലാരിറ്റി ഡ്രോപ്പ് ആയിട്ടില്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ക്യാൻവ പ്രോ ഉള്ളവർക്ക് നല്ലതാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എൻ്റെ പ്രോ ഉണ്ട്, അതിൻ്റെ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. തൽക്കാലം ഞാൻ മറ്റേ ഡിലീറ്റ് ആക്കി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട്. മറ്റേ സൈറ്റിലോട്ട് ഫ്രീ ആയിട്ടുള്ളവർ മറ്റേ സൈറ്റിൽ പോവുക, പ്രോ ഉള്ളവർ ക്യാൻവ പ്രോയിൽ തന്നെ ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾക്ക് കൂടുതലൊന്നുകൂടെ നന്നായിരിക്കും. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഞാൻ രണ്ടാമതൊരു പേജ് അപ്ലോഡ് നോക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ഇതിന് ചേരുന്നെങ്കിലും എനിക്ക് റെഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സോ നമുക്ക് റെഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സോ ഇതിനെ ഇവിടെ ഞാൻ വീണ്ടും അതിനെ കോപ്പി ചെയ്ത് താഴെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് റെഡ് തന്നെ വെച്ച് നോക്കാം. കാരണം ഡെഡ്പൂളിൻ്റെ ഒരു ബോഡി ഇത് വരുന്നത് റെഡാണ്. സോ അതുകൊണ്ട് അതിനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് ഞാൻ നോക്കുന്നത്. സോ ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് സെലക്ട് ചെയ്തു.
ഇപ്പോൾ കണ്ടോ ആ ബ്ലൂ ഉണ്ട്. ആ ബ്ലൂ ഷെയ്ഡിങ് എനിക്കൊന്ന് മാറ്റണം. ആ ബ്ലൂ ഷെയ്ഡിങ് ഞാനൊരു ലൈറ്റ് റെഡ് ആക്കി എടുത്തു. സോ ഇതാണ് ഡെഡ്പൂൾ വിത്ത് റെഡ് ബാക്ക്ഗ്രൗണ്ട്. മറ്റേത് ബ്ലൂ, മറ്റേത് അതും കൊള്ളാം, ഇതും കൊള്ളാം. സോ നമുക്ക് ഡിഫറൻറ്റ് എത്ര നമുക്ക് കുറേ പേജസ് ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. സോ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് നോക്കാം. സോ ഇത് ഞാനിവിടെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ ടെക്സ്റ്റിനായിട്ട് ഞാനിവിടെ ആഡ് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ആഡ് ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. സോ ഞാനിവിടെ ജസ്റ്റ് ഡെഡ്പൂൾ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഫോണ്ട് മാറ്റണം. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഇത് ആക്ച്വലി ഓക്കെയാണ്. ബട്ട് ചെറിയൊരു സ്പോട്ടിംഗ് ഉണ്ട്. നമുക്ക് വേറെ നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യണം. സോ കളർ നമുക്ക് റെഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. സോ എഫക്ട്സിൽ പോയിട്ട് എഫക്ട്സ് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ആഡ് ആക്കാൻ പറ്റും. ഷാഡോ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഔട്ട്ലൈൻ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് ഒന്നുകൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എന്താ പറയുക, വിഷ്വലി അപ്പീലിംഗ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തത്. അതിനുശേഷം പൊസിഷൻ നമ്മൾ ലെയർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പോകുന്നത് ടെക്സ്റ്റ് സ്റ്റുഡിയോയിലോട്ടാണ്. ഇത് ഗൈസ് നിങ്ങൾക്ക് ക്യാൻവയിലുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റി ടെക്സ്റ്റാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ വരിക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഫോൺസ് കാണാൻ പറ്റും. സോ ഇതിൽ നമുക്ക് ക്രൗൺ ഉള്ളത് മറ്റേ ചിലത് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ ഫ്രീ ആയിട്ടുള്ളതും കുറേ അവൈലബിൾ ആണ്. സോ ഞാൻ ഫ്രീ ആയിട്ടുള്ളതിൽ ഞാൻ നല്ല ഒന്ന് നോക്കി കണ്ടുപിടിക്കട്ടെ. സോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. തൽക്കാലം ഗൈസ് എനിക്ക് ഈ ഒരു ആക്ച്വലി ടെക്സ്റ്റ് എനിക്ക് ഇപ്പോൾ ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. സോ ഇത് ബേസ് ചെയ്യാറില്ല, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഡെഡ്പൂൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഓക്കെ, ഇതൊക്കെയാണ്. സോ നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് പിന്നെ PNG ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക. സോ നമുക്ക് PNG ഫയൽ ഡൗൺലോഡ് ആവും. ഗൈസ് ഇത് ആക്ച്വലി അത്യാവശ്യം ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് ഡൗൺലോഡ് ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ അതിന് ഞാനിവിടെ ഇപ്പോൾ ക്യാൻവയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. കാരണം ക്യാൻവ പ്രോ ഉള്ളതുകൊണ്ട് ഞാൻ അപ്സ്കെയിൽ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. സോ പ്രോ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്സ്കെയിൽ ചെയ്യാണ്. സോ അപ്സ്കെയിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇത് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ അവിടെ ഡൗൺലോഡ് ആക്കിയതും അപ്സ്കെയിൽ ചെയ്തതും. സോ നോക്കിയിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ ക്ലാരിറ്റി അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഞാൻ അത് ഡിലീറ്റ് ആക്കി കളയാണ്. അപ്സ്കെയിൽ ഉള്ളത് തന്നെ യൂസ് ചെയ്യാം. അതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആഡ് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആക്കാൻ പറ്റും. സോ തൽക്കാലം ഞാനിതിന് ഈ ഒരു ടെക്സ്റ്റ് ഞാൻ താഴോട്ടും കൂടെ കോപ്പി ചെയ്ത് നോക്കുകയാണ് എങ്ങനെ വരുന്നുണ്ടെന്ന്. ബ്ലൂവിൽ നന്നായിട്ട് വന്നു. സോ റെഡിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ വരുന്നു. സോ റെഡിൽ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മാച്ചിങ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൽ ഈ ഡെഡ്പൂളിൽ ഞാനൊരു ഗ്ലോ ആഡ് ചെയ്തായിരുന്നു. ഞാൻ റിമൂവ് ആക്കാം. നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഗ്ലോസ്, ഷാഡോസ് അങ്ങനെ പലതരം നമുക്ക് സെറ്റിങ്സിന് കൊടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ ഫയൽസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ബ്ലൂ ആണ് റെഡ് ആണെന്നുള്ളത്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഷെയർ ആൻഡ് ഡൗൺലോഡ്. സോ ഇതിൽ 2-3 പേജസ് ഉണ്ട്. ഞാനിപ്പോൾ 2 പേജുള്ളതുകൊണ്ട് ഇവിടെ 2 പേജ് കാണിക്കുന്നു. ഇതൊക്കെ 2 വേണേൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ എനിക്കിവിടെ ഞാൻ 2 ഡൗൺലോഡ് ചെയ്യുകയാണ്. സോ ഞാൻ 2 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഡൺ കൊടുക്കുന്നു. ഇനി ഡൗൺലോഡ്. സോ PNG ആയിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ ക്ലിക്ക് ഓൺ ഡൗൺലോഡ്. സോ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന തംബ്നെയിൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.